എത്ര നന്മകൾ ചെയ്തവൻ മറക്കല്ലേ ഒരു നാളും മനമേ. എത്ര നന്മകൾ ചെയ്തവൻ മറക്കല്ലേ ഒരു നാളും മനമേ. എണ്ണി എണ്ണി സ്തുതിപ്പിൻ, എല്ലാ നാമം സ്തുതിപ്പിൻ, നന്ദിയോടെ നല്ലവന് സ്തുതിപ്പിൻ. എണ്ണി എണ്ണി സ്തുതിപ്പിൻ, എല്ലാ നാമം സ്തുതിപ്പിൻ, നന്ദിയോടെ നല്ലവന് സ്തുതിപ്പിൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. റോമാലേഖനം 6-ാം അധ്യായം 12-ാമത് വാക്യം. ആ വചനം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത് എന്നുള്ള വചനമാണ്. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത് പാപം നമ്മുടെ ശരീരത്തിൽ വാഴുവാനിടയായിത്തീരാത്ത തലത്തിൽ അതിനെ നമ്മൾ അകറ്റി നിർത്തേണം എന്നുള്ളതായ പദമാണ്. യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് നാം കടന്നു വന്നാൽ 1-ാം അധ്യായം 14-ാമത് വാക്യം വായിക്കുന്നത്: ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. ചില മോഹങ്ങൾ, ചില വശീകരണാത്മാവ്, ചില കാഴ്ചകൾ അത് നമ്മുടെ അന്തരാത്മാവിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് അത് നമ്മുടെ പുറമേയുള്ള ചിന്തയ്ക്കപ്പുറത്തും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ അതിനൊരു സ്ഥാനം പിടിക്കുകയും അത് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നീട് എന്ത് സംഭവിക്കപ്പെടുന്നു? ആ മോഹം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയും അത് ഗർഭം ധരിച്ച് പാപമായി പുറത്തേക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം കടന്നു പോയാൽ ആദിമ മനുഷ്യരായ ആദമും ഹവ്വയും ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം അവർ ജീവിച്ചു മുൻപോട്ട് പോകുമ്പോഴും അവരെ ചതിക്കുവാൻ വേണ്ടി, അവരെ വഞ്ചിക്കുവാൻ വേണ്ടി അവരുടെ സമീപത്തേക്ക് കടന്നു വന്നിരിക്കുന്ന പാമ്പ് ഹവ്വയെ ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി ആ വൃക്ഷഫലം കാണിച്ച് അവിടെ ഉള്ളിൽ ആഴമായി അതിനോടുള്ളതായി കാമ്യം നൽകുകയും അതിലുപരി അത് ഭക്ഷിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ തലത്തിൽ അവളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതുവരെ അവിടെ പുറത്ത് നിന്നിരുന്ന ചിന്താഗതികൾ അവളുടെ അകത്തേക്ക് പ്രവേശിക്കുകയും അതവളുടെ മർത്യ ശരീരത്തിൽ പൂർണ്ണമായി വാഴത്തക്ക തലത്തിൽ അതിന്മേൽ മോഹം വർദ്ധിക്കുകയും അത് ഭക്ഷിക്കുകയും ആ തലത്തിൽ അവൾ പാപിയായിത്തീരുകയും ചെയ്തു എന്നുള്ളതായ വാക്കുകളാണ് നമുക്ക് കണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ വാക്യവും അതാണ് പൗലോസ് പറയുന്നത്: പാപം നിങ്ങൾക്ക് പുറത്ത് നിൽക്കുന്നുവെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ആ പാപം നിങ്ങളുടെ ഉള്ളിലേക്ക് മോഹമായി വ്യാപരിക്കുമ്പോൾ അത് ഗർഭം ധരിക്കുകയും പാപമായി അത് പുറത്തേക്ക് വരികയും ചെയ്യുമെന്ന് നിങ്ങൾ അറിയണം. റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം അതുകൊണ്ടാണ് പറയുന്നത്: ആ മോഹം ഗർഭം ധരിക്കുകയും അത് പാപമായി തീരുകയും പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ മർത്യ ശരീരത്തിൽ നിങ്ങളുടെ മോഹങ്ങൾ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന തലത്തിൽ എത്തിച്ചേരാതിരിക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ വാഴാത്ത തലത്തിൽ
നിങ്ങളുടെ ജീവിതകാലം മുൻപോട്ട് കഴിപ്പാൻ കഴിയണം എന്നതാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതായ പാപത്തിൻ്റെ മണ്ഡലങ്ങൾ, പാപവഴികൾ, അത് നമ്മുടെ മർത്യ ശരീരത്തിൽ വാഴാത്ത തലത്തിൽ നിത്യനായ ദൈവത്തോടു കൂടെ നമ്മുടെ ജീവകാലം മുൻപോട്ട് കഴിക്കേണ്ടതിന് നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ പാപം വസിക്കുന്നവരായിട്ടല്ല, ദൈവത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നവരായി തീരുവാൻ ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം, നന്മ കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.